എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. മറുനാടൻ സ്പെഷ്യൽ ഇന്റർവ്യൂ റൂമിലേക്ക് എം.എസ്. വേണുഗോപാലാണ് കൂടെയുള്ളത്. സർ നമസ്കാരം. സർ, സ്കൂൾ സമയമാറ്റം ഒരു വലിയ പ്രശ്നമായി ഇപ്പോൾ നിലനിൽക്കുകയാണ്. ഹൈസ്കൂൾ കുട്ടികൾക്ക് അധികമായി ഒരു 15 മിനിറ്റ് രാവിലെയും വൈകിട്ടും ആഹ്, പഠിപ്പിക്കുക എന്നൊരു തീരുമാനം വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ വേണമെന്ന് സർക്കാർ നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ ഉത്തരവ് വന്നിരിക്കുന്നു. കുട്ടികൾക്ക് ഇനി മുതൽ 1200 വിദ്യാഭ്യാസ മണിക്കൂർ എന്നൊരു ടാർഗറ്റ് ഗോൾ ഉണ്ട്. അതിലേക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് അധിക 15 മിനിറ്റ്. 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ എന്ന് പറയുന്നത് കുട്ടികൾ പഠിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ ആശങ്കകളൊന്നുമില്ലായിരുന്നു. പക്ഷേ സമസ്ത ഈ വിഷയത്തിൽ എതിർപ്പുമായി വന്നിരിക്കുന്നു. ഇന്നലെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ സമസ്ത ചരിത്രം കോൺഫറൻസ് എന്ന് പറയുന്ന കോഫി ടേബിൾ ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഇരിക്കുന്ന വേദിയിൽ തന്നെ സമസ്തയുടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ സമയക്രമീകരണം മതവിദ്യാഭ്യാസത്തെ ബാധിക്കും എന്ന തരത്തിലൊരു പ്രസ്താവനയും നടത്തി. എന്താണ് സർ ഇതിൽ അഭിപ്രായം? സമസ്തയെ കേൾക്കേണ്ടതുണ്ടോ സർ? ആ, ഇത് സർക്കാരാണ് തീരുമാനിക്കേണ്ടത്. ഉം, കേരളത്തിലെ ജനങ്ങളുമാണ് തീരുമാനിക്കേണ്ടത്. ഉം, അതായത് നമുക്ക് വിദ്യാഭ്യാസമാണോ പ്രധാനം, അതോ മതവിദ്യാഭ്യാസമാണോ പ്രധാനം എന്നുള്ളത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. മതവിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഭാവി സുഗമമാക്കാൻ കഴിയുമോ? അവരുടെ വിദ്യാ ഫോർമൽ എഡ്യൂക്കേഷനിൽ അതിനകത്ത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഉം, മതത്തിന് പ്രാധാന്യമില്ലെന്നോ മതവിഷയങ്ങൾ പഠിപ്പിക്കരുതെന്നോ അല്ല ഞാൻ പറയുന്നത്. ഉം, പക്ഷേ മതവിഷയങ്ങൾ നമ്മൾ ഫോർമൽ എഡ്യൂക്കേഷനുമായി കൂട്ടി കലർത്തി നമ്മൾ പ്രോഗ്രാം ഫിക്സ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ടൈം ടേബിളുകൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ സാധാരണയിൽ കൂടുതൽ ആയിരിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതി അംഗീകരിച്ചാൽ ഈ പ്രപ്പോസൽ ഞങ്ങൾ പരിഗണിക്കാം എന്നുള്ളതാണ്. ഉം. കാരണം അതത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഒരു പരിഷ്കൃത രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, പരിഷ്കൃത സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, പരിഷ്കൃത ജനതയെ സംബന്ധിച്ചിടത്തോളം. കാരണം മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരമുള്ള പാർട്ടി ഭരിക്കുമ്പോൾ അവിടെ മതത്തിന് ഇത്രയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫോർമൽ എഡ്യൂക്കേഷനെ പുറകോട്ട് തള്ളണമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ഇതിനേക്കാൾ പ്രധാനമായ ഒരു പ്രശ്നം ഇങ്ങനെ മതം എന്ന് പറയുന്നത് ഒരു മതം മാത്രമല്ലല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ക്രിസ്ത്യൻ മതത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ കാര്യങ്ങൾ പരിഗണിക്കണ്ടേ? മൈനോറിറ്റികളെ പരിഗണിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ജൈനനെയും പാഴ്സിയെയും സിഖുകാരനെയും പരിഗണിക്കണ്ടേ? അപ്പോൾ നമ്മൾ മതപഠനം മാത്രമായിരിക്കും അവസാനം നമ്മുടെ സിലബസിൽ വരിക. ഫോർമൽ എഡ്യൂക്കേഷൻ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി നടത്തേണ്ട സാഹചര്യത്തിൽ എത്തിച്ചേരില്ലേ? അത് ഗവൺമെൻറ് ഈൽഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഉറച്ച മറുപടി പറയാൻ ഗവൺമെൻറ് കഴിയേണ്ടതാണ്. പക്ഷേ ഇത് കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം നിലമ്പൂരാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം. അല്ലാതെ കുട്ടികളുടെ വിദ്യാഭ്യാസമല്ല. അതാണ് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നത്. ഈ സമസ്ത ഇതിനകത്ത് ഒരുപാട് ഘട്ടങ്ങൾ, അതായത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിരവധി പരിഷ്കരണങ്ങൾ വരുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ഒന്ന്, കുട്ടികളിൽ സെക്സ് എഡ്യൂക്കേഷന്റെ അഭാവമുണ്ട്. അതുകൊണ്ട് അത് നടപ്പാക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട എന്ന് വാശി പിടിച്ച, ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതിനെ എതിർത്ത, അങ്ങനെ ആം, പരിഷ്കരണങ്ങൾ വന്നപ്പോഴെല്ലാം എതിർക്കുകയും സർക്കാർ അത് കേൾക്കുകയും പരിഷ്കരണങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ ഒരുപാടുണ്ട്. സമസ്തയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങളുടെ മീറ്റർ തീരുമാനിക്കേണ്ടത് എന്നൊരു തരത്തിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അടക്കം പറഞ്ഞിരിക്കുന്നത്, സമസ്ത ഞങ്ങൾക്ക് ഇതിൽ വലിയ നിർബന്ധമൊന്നുമില്ല. ഹൈക്കോടതി പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കാം. സമസ്തയോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പറഞ്ഞു. അതായത് വിട്ടുവീഴ്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് തന്നെയല്ലേ അർത്ഥം? അതെ. ഏഹ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മുടെ ഇപ്പോഴത്തെ പ്രശ്നം വിദ്യാഭ്യാസമല്ല, നിലമ്പൂരിലെ വിജയമാണ്. ഉം, ഇത് കഴിയുമ്പോൾ ഇനി നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വിജയമായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ 26-ലെ വിജയമായിരിക്കും. അത് കഴിഞ്ഞ് പാർലമെന്റിലെ വിജയമായിരിക്കും. അപ്പോൾ ഈ വിജയങ്ങൾക്കെല്ലാം നമ്മൾ അടിയറ വെക്കുന്നത് മത ആ, സ്ഥാപനങ്ങളുടെയും ഉം, മത പണ്ഡിതന്മാരുടെയും അല്ലെങ്കിൽ മത പിന്നെ ആചാര്യന്മാരുടെയും ഒക്കെ കാൽക്കലായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കരിക്കുലം മതത്തിന് പ്രാധാന്യം കൊടുക്കണോ? അതോ നമ്മുടെ ഫോർമൽ എഡ്യൂക്കേഷന് പ്രാധാന്യം കൊടുക്കണോ? എന്നുള്ളത് തീരുമാനിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന് നട്ടെല്ലോടെ ഇതിന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രിക്ക് കഴിഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇത്തരം കാര്യങ്ങൾ ഇനിയും ആവർത്തിക്കും. ഉം, സമസ്ത എപ്പോഴും പറയാറുള്ളത് അവരുടെ ഇടുങ്ങിയ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ്. ഉം, അത് സ്ത്രീ പുരുഷ സമത്വമായാലും ഒരു കുട്ടി വേദിയിൽ വന്ന് ഒരു പെൺകുട്ടി വേദിയിൽ വന്നൊരു സമ്മാനം ഏറ്റുവാങ്ങുന്നതിന് പോലും വിലക്ക് കൽപ്പിച്ച് ആ കുഞ്ഞിൻ്റെ
സരള മനസ്സിനെ ഷോക്കടിപ്പിച്ചവരാണ് അവർ. അവർക്ക് മതം എന്തിനാണ് എന്നുള്ളത് ഒരു ചോദ്യമാണ്. മതം നമ്മുടെ ഹൃദയത്തിനെ സരളമാക്കാനും കൂടുതൽ ജനങ്ങളിലേക്ക് നമുക്ക് എത്തിച്ചേർന്ന് സ്നേഹത്തിന്റെ ചുംബനം നൽകാനുമാണെങ്കിൽ ആ മതം ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിക്കേണ്ടത്? അല്ലെങ്കിൽ ആ മതം ഇങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ മതപഠനം പോലും എവിടെയാണ് എത്തിച്ചേർക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വികലമായ മതപഠനമാണോ നടക്കുന്നതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ വികലമായ മതപഠനം മാത്രമല്ല ഏത് വികല പഠനങ്ങളും അവസാനം ചെന്നെത്തുന്നത് വികലമായ ഒരു മനുഷ്യനിലേക്കും വികലമായ ഒരു സമൂഹത്തിലേക്കുമായിരിക്കും. അങ്ങനെ വൈകല്യമുള്ള ഒരു സമൂഹമായി നമ്മൾ ഇപ്പം തന്നെ വളരെയധികം മാറിയിട്ടുണ്ട്. ഇനിയും ഇത് കൂടുതൽ ഭ്രാന്താലയമാക്കാൻ ഒരുപാട് വിവേകാനന്ദന്മാരെ കൊണ്ട് നമ്മളിത് പറയിക്കണോ എന്നുള്ളതാണ് സത്യം. പക്ഷേ മുഖ്യമന്ത്രി എന്തായാലും താങ്കളുടെ അഭിപ്രായത്തെ ഏഹ്, എടുക്കുമെന്ന് തോന്നുന്നില്ല. കാരണം മുഖ്യമന്ത്രി പറഞ്ഞത് സമസ്ത വെളിച്ചം പകർന്നവർ ആണെന്നാണ്. അതെ. ആ. ആ ആ അപ്പൊ വെളിച്ചം എവിടേക്കാണ് എന്നുള്ളതാണ്. വിജയത്തിന്റെ വെളിച്ചമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തിന്റെ വെളിച്ചമായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അത് അവര് പകർന്നിട്ടുണ്ടാവും. കാരണം അവർക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണയുണ്ട്. നല്ലൊരു വിഭാഗം മുസ്ലിം വിഭാഗത്തിൽ ഒരു ഡിവിഷൻ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീമാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിൽക്കുന്നതിന് വിരുദ്ധമായിട്ട് നിൽക്കാൻ ചിലപ്പോൾ ഇടതുപക്ഷത്തിന് ഒരു താങ്ങായി നിൽക്കാൻ കഴിയുന്ന ഒരു ടീമാണ്. അത് തീർച്ചയായിട്ടും ഒരു ചുവന്ന വെളിച്ചം അദ്ദേഹം കാണുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അപ്പോ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാമുദായിക പാർട്ടിക്കോ ഇങ്ങനെ ഒരു നമ്മുടെ ഒരു സെക്യുലർ രാഷ്ട്രത്തിൽ ഇടപെടൽ ഉണ്ടാവുന്നതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളല്ല. തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് 1700 വിദ്യാഭ്യാസ മണിക്കൂറുകൾ വേണം എന്ന നിശ്ചയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത്രയും പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നത്. അത് നമ്മുടെ സമൂഹത്തിന്റെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമാണെന്ന് അവർ പഠനം നടത്തി തീരുമാനിച്ചൊരു കാര്യത്തിനെ തീർച്ചയായിട്ടും സമസ്ത പോലുള്ള സാമുദായിക സംഘടനകൾക്ക് സർക്കാർ കീഴ്പ്പെടരുത് എന്ന് തന്നെയാണ് വ്യക്തിപരമായും എന്റെയും അഭിപ്രായം. അതുതന്നെയാണ് താങ്കളുടെയും എന്നും ഞാൻ സ്കൂളുകളിലും കോളേജുകളിലും ഒരു കാരണവശാലും മതപരമായ ഒരു മാത്രമല്ല സർ അതിനകത്തൊരു വേർതിരിവ് പ്രധാനപ്പെട്ട കാര്യം വെള്ളിയാഴ്ച ഇങ്ങനൊരു സംവിധാനം ഇല്ല. ഉം, വെള്ളിയാഴ്ച ഒഴികെ വരുന്ന ദിവസങ്ങളിൽ മാത്രമാണ് അധിക അരമണിക്കൂർ. രാവിലെ അതെ 15ഉം വൈകുന്നേരം 15. വെള്ളിയാഴ്ചകളാണ് ഇവരുടെ പ്രാർത്ഥനയുള്ള ദിവസം. അപ്പൊ അതെ അന്നേരം ജുമാ ഓൾറെഡി അത് നമസ്കാരമുള്ളത്. അതെ. നമസ്കാരം അന്നത്തെ ദിവസം ഒഴിവാക്കിയാണ് പരിഷ്കരണങ്ങൾ വരുത്തിയിരിക്കുന്നത് പോലും. എന്നിട്ടും ഇവർ പറയുന്നത് 12,00,000 വിദ്യാർത്ഥികളെ ഇത് ബാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പം അതിന്റെ അർത്ഥം വിദ്യാഭ്യാസ പരിഷ്കരണം ഞങ്ങളൊന്ന് പിടിച്ചാൽ ഒന്ന് കുലുങ്ങുന്ന കേളൻ തന്നെയാണ് പാലത്തിലിരിക്കുന്നതെന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അതെ അത് മാത്രമല്ല ആഹ്, ആ നോർമൽ എഡ്യൂക്കേഷനെങ്കിൽ അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷനേക്കാൾ പ്രധാനം ഉം, മതപഠനമാണ് എന്നുകൂടെ സർക്കാരിനെ കൊണ്ട് പറയിക്കുകയാണ്. ഉം, അവിടെ സർക്കാർ അങ്ങനെ മുട്ടുകുത്താൻ പാടുണ്ടോ? ഉം, അങ്ങനെയാണെങ്കിൽ ആർക്കൊക്കെ മുമ്പിൽ ഇനി മുട്ടുകുത്തേണ്ടി വരും? എത്ര മതങ്ങൾക്ക് മുമ്പിൽ നമ്മളിവിടെ ഉം, മുട്ടുകുത്തേണ്ടി വരും? ഇനി കുറച്ച് കഴിഞ്ഞ് മതത്തിനെ വിട്ട് ചിലർ ജാതിയിലേക്ക് പിടിക്കാൻ തുടങ്ങും. ഉം, ഇപ്പൊ നമ്മളിപ്പോ കണ്ടില്ലേ ഇപ്പൊ ജാതി തിരിച്ചുള്ള സെൻസസ് നമ്മൾ എടുക്കുകയാണ്. ഉം, അപ്പോൾ അതിനകത്ത് ഓരോ ജാതിക്കുമുള്ള അവകാശങ്ങൾ ഇനി പ്രത്യേകം പറഞ്ഞുകൊണ്ട് വന്നാൽ ഇപ്പൊ നമ്മൾ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ളത് പറയുന്നതിന് പകരം ഉം, ഡിവിഷൻ ഇൻ ഡൈവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. ഇത് സ്ഫോടകാത്മകമായ ഒരു സിറ്റുവേഷൻ. ഉം. നമുക്ക് ഒരിക്കലും ഏഹ്, വിഭജിച്ചതിനെ നമ്മൾ ഒന്നിപ്പിക്കാനുള്ള കണികകളാണ് ഓരോന്നിൽ നിന്ന് കണ്ടെത്തേണ്ടത്. ഇത് വിഭജിക്കാനായിട്ട് ഇനിയുമുള്ള കണികകളെ കണ്ടെത്താനായിട്ട് പോകുമ്പോൾ രാജ്യം വിഭജിക്കും, സമൂഹം വിഭജിക്കും. അത് തീർച്ചയായിട്ടും നമ്മുടെ സമാധാന അന്തരീക്ഷത്തിന് കോട്ടം വരുത്തുകയുള്ളൂ. ഉം. അതുകൊണ്ട് മതം മനുഷ്യനെ മതമിളക്കാനുള്ളതല്ല. അത് അവൻ്റെ ഉള്ളിൽ നിൽക്കേണ്ടതാണ്. അത് പുറമെ പ്രകടിപ്പിച്ച് നമ്മള് ഏഹ്, കൂടുതൽ സമൂഹത്തിൽ മതഭ്രാന്ത് ഉണ്ടാക്കാതിരിക്കാൻ എല്ലാ മത മേലധ്യക്ഷന്മാരും ഉം, സംസ്കാര സാ സംസ്കാരമുള്ള ജനതയും ഉം, സംസ്കാരമുള്ള ഒരു സർക്കാരും ഉം. മന്ത്രിയും ഒക്കെ നടപടിയെടുത്തില്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇതിനേക്കാൾ വഷളായ ഒരു കേരളത്തിലേക്ക് നമ്മൾ പോകും. ഇന്ന് തന്നെ നമ്മുടെ നിലനിൽപ്പ് വളരെ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഉം. ഈസ് ഓഫ് ലിവിങ് ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. ഈസ് ഓഫ് ബിസിനസ് മാത്രമല്ല, ഈസ് ഓഫ് ലിവിങ് തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ അവിടെ ഇനി ഇതിനേക്കാൾ അപ്പുറം സംഭവിക്കാൻ ഇരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഒരു ചൂണ്ടുവല. തീർച്ചയായിട്ടും. എന്തായാലും സമസ്ത ഇടഞ്ഞിരിക്കുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സമസ്തയോട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു. എന്താണ് സമസ്തയ്ക്ക് കേരള സമൂഹത്തിൽ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ റോൾ എന്ന് ഉത്തരം പറയേണ്ടത് വി. ശിവൻകുട്ടിയാണ് ഇങ്ങനൊരു പ്രസ്താവന നടത്തുമ്പോൾ. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ സർക്കാർ ഏത് നിലപാടിലേക്ക് പോകുമെന്ന് ഇപ്പൊ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയാണ് വിദ്യാഭ്യാസ പരിഷ്കരണങ്ങൾ ഉണ്ടാവേണ്ടത്. അതിൽ ഉറച്ചു നിൽക്കാനുള്ള ത്രാണി സർക്കാരിനും ഉണ്ടാവണം. നന്ദി.